നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ചെങ്കടൽ അത് വാഗ്ദത്തത്തിലേക്കുള്ള പെരുവഴിയായി മാറാൻ പോവുകയാണ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും വാഗ്ദത്ത കനാനിലേക്ക് യാത്ര പുറപ്പെട്ടപ്പോൾ അവർ ചെങ്കടലിൻ്റെ മുൻപിൽ വന്ന് പകച്ചു നിന്നുപോയി. മുൻപോട്ട് ചുവട് വയ്ക്കുവാൻ കഴിയുന്നില്ല. പുറകിലേക്ക് നോക്കിയപ്പോൾ ഇതാ ഫറവോനും അവൻ്റെ സൈന്യവും അവരെ പിന്തുടർന്നു വരികയാണ്. ഇസ്രായേൽ മക്കൾ ആ കാഴ്ച കണ്ട് നടുങ്ങിപ്പോയി. മരുഭൂമിയിൽ വെച്ച് പട്ടുപോകും എന്നൊരു ചിന്ത അവരെ ഭരിച്ചു. മിസ്രൈമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടോ ഞങ്ങൾ ഈ മരുഭൂമിയിൽ ഇങ്ങനെ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞ് ആ കാഴ്ച കണ്ട് അവർ നടുങ്ങി നിൽക്കുമ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? ഇസ്രായേൽ മക്കളോട് മുൻപോട്ട് പോകാൻ പറ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ചെങ്കടൽ കണ്ട് ഭയപ്പെടാതെ മുൻപോട്ട് ചുവട് വയ്ക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മുൻപിൽ പ്രതിസന്ധിയായി നിന്ന ആ വലിയ ചെങ്കടൽ അവരുടെ വാഗ്ദത്തത്തിങ്കിലേക്കുള്ള ഒരു വലിയ പെരുവഴിയായി മാറി. വിശ്വസിക്കാമോ? നിങ്ങളുടെ മുൻപിൽ ഇന്ന് പകൽ വെളിപ്പെട്ട് നിൽക്കുന്ന ചെങ്കടൽ നിങ്ങളുടെ വാഗ്ദത്തത്തിലേക്കുള്ള പെരുവഴിയായി മാറാൻ പോവുകയാണ്. നിങ്ങൾ ഉണങ്ങിയ നിലത്തിലൂടെ മുൻപോട്ട് ചുവടുകൾ വയ്ക്കും. നീ അവസാനിച്ചു, തീർന്നു എന്ന് പിശാച് വിധി എഴുതിയ അതേ പ്രതിസന്ധിക്കകത്ത് ഉറച്ച ചില ചുവടുകൾ വെച്ചുകൊണ്ട് പാട്ടോടെ മുൻപോട്ട് പോകും. വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയായി ആ പ്രതിസന്ധിക്കകത്തൊരു കരുതൽ വെളിപ്പെടും. വിശ്വസിക്ക്. ദൈവം മോശയോട് പറഞ്ഞു. മോശെ ആലോചന കേട്ട് ചുവടുകൾ വെച്ചപ്പോൾ ഇതാ ചെങ്കടൽ വഴി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ ഇന്ന് പകലൊരു കഷ്ടത വന്നു എന്ന് കണ്ടാൽ മതി. ഈ കഷ്ടത നിങ്ങളെ തകർക്കാനല്ല, മുടിക്കാനല്ല, ഒരു പുതുവഴി തുറക്കും. ഇന്നലകളിൽ നിങ്ങൾ കേട്ട അനുഗ്രഹത്തിൻ്റെ ആലോചനകൾ, പ്രവചനങ്ങൾ അത് നിറവേറാൻ പോകുന്നത് ഈ കഷ്ടതയുടെ നടുവിലാണ്, ഈ പ്രതിസന്ധിയുടെ നടുവിലാണ്. അതെ, ചെങ്കടൽ നിങ്ങളുടെ വാഗ്ദത്തത്തിലേക്കുള്ള പെരുവഴിയായി മാറാൻ പോവുകയാണ്. വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിച്ച് ചുവടുകൾ വയ്ക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.